കൊച്ചി കളമശ്ശേരിയിൽ ഗോഡൌണിൽ തീപിടുത്തം. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ ശ്രമം തുടരുന്നു. രാഗിൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, ഇത് എന്ത് ഗോഡൌൺ ആണ്, എങ്ങനെയാണ് തീ പിടിച്ചത്? ഇത് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു എന്നാണ് പറഞ്ഞത്. ഏതാണ്ട് പൂർത്തിയായോ? തീയണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. കളമശ്ശേരി ബിവറേജസ് ഔട്ട്ലെറ്റിന്റെ പിറകിലുള്ള സ്ഥലത്തുള്ള ഗോഡൌണിലാണ് തീപിടിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ കിടക്ക കമ്പനിയുടെ ഗോഡൌൺ ആണെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ തീ വലിയ തോതിൽ തന്നെ ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല ആ പ്രദേശത്തൊക്കെ തന്നെ ശക്തമായിട്ടുള്ള പുകയും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. നാട്ടുകാർ പറയുന്നത് ചില പൊട്ടുന്ന ശബ്ദമൊക്കെ കേൾക്കുമെന്നും നാട്ടുകാർ ചിലർ പങ്കുവയ്ക്കുന്നുണ്ട് വിവരങ്ങൾ. എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റുകൾ കൂടുതലായി എത്തുകയാണ്. ഏലൂർ അതോടൊപ്പം തന്നെ തൃക്കാക്കര ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ കൂടുതലായി എത്തി തീയണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇതൊരു ജനവാസ മേഖല, തൊട്ടപ്പുറത്ത് ജനവാസ മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തീ അണയ്ക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അധികൃതരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് യൂണിറ്റുകൾ കൂടുതലായി അവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ തോതിൽ തന്നെ പുക ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഗോഡൌണിലാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല ഈ കറണ്ട് കമ്പി ഈ തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് താഴേക്ക് പതിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളും വ്യക്തമാകുന്നുണ്ട്. എന്തായാലും തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ദ്രുതഗതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഗിൻ, നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മിനി ലോറിയൊക്കെ അതിന്റെ മുൻവശമൊക്കെ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. വലിയ തീപിടുത്തമാണെന്ന് തോന്നുന്നു. തീർച്ചയായും വലിയ തീപിടുത്തം തന്നെയാണ്. പ്രത്യേകിച്ചും കളമശ്ശേരി കൂടിയാണ്, ടൗൺ മേഖല തന്നെയാണ്, ടൗണിനോട് ചേർന്നുള്ള സ്ഥലം. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടേക്ക് എത്തുകയാണ്. ഏലൂർ, തൃക്കാക്കര ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ തോതിൽ തന്നെ തീ ആളിപ്പടരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കിടക്ക കമ്പനിയുടെ ഗോഡൌണിലാണ് തീപിടുത്തം ഉണ്ടായത് എന്നതാണ് ബോധ്യമാകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ കൂടി അവിടേക്ക് എത്തിയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ജനവാസ മേഖല കൂടിയാണ്. തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും തീ ആളി പടർന്നുകൊണ്ടിരിക്കുന്നു. പുകയും ശക്തമായി തന്നെ ആ മേഖലയിൽ നിൽക്കുകയാണ്. ശരി, രാഗിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഫയർഫോഴ്സ് യൂണിറ്റ് അവിടേക്ക് എത്തിയിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ഏലൂർ, തൃക്കാക്കര തുടങ്ങിയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് കൂടി അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കളമശ്ശേരി ബിവറേജസ് ഔട്ട്ലെറ്റിന് പിറകിലുള്ള ഗോഡൌണിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വാഹനങ്ങളൊക്കെ കത്തി നശിച്ചിട്ടുണ്ട്.